അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂഫി പോയിന്റിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം ഇബ്ലീസ് പരാജയപ്പെട്ടു പോയ, ഇബ്ലീസ് പേടിച്ച് പോയ, ഇബ്ലീസ് പേടിക്കണം, ഇബ്ലീസ് പരാജയപ്പെടണം എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി അയക്കപ്പെട്ട അവസരത്തിൽ ഇബ്ലീസും അനുയായികളും തോറ്റുപോയ വലിയൊരു സംഭവം ഉണ്ടായി. ഇബ്ലീസ് അവൻ്റെ അനുയായികളായ പിശാചുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ആ ഒരു ഒരു സമയത്ത് ജനങ്ങളെല്ലാം എന്ത് ചെയ്തു, ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാ. അപ്പോൾ ഇവന് പേടിയായി. അപ്പോൾ ഇവൻ പറഞ്ഞ്, നിങ്ങളൊന്ന് നോക്കി വരിയെന്ന് പറഞ്ഞ് അവൻ്റെ ശിഷ്യന്മാരായ പിശാചുക്കളെ പറഞ്ഞയച്ച്. പക്ഷെ അവർ നിരാശരായി. അവർ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. അവർ പറഞ്ഞ്, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് മടങ്ങിയെത്തി. അപ്പോൾ പിന്നെ മൂപ്പർക്ക് പിന്നെ അടങ്ങി നിൽക്കാൻ കഴിയുന്നില്ല. കാരണം മൂപ്പർക്ക് വലിയൊരു ഇതായി, എന്താണെന്നുള്ള അറിയാനും പറഞ്ഞ് മൂപ്പർ പറഞ്ഞ്, ഞാനൊന്ന് പോയി വരാമെന്ന് പറഞ്ഞ് ഇബ്ലീസ് എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. മൂപ്പര് പോയാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ക്ലിയർ ആവുമല്ലോ. മൂപ്പര് ഇറങ്ങി. അങ്ങനെ അവൻ എന്ത് ചെയ്ത് വലിയ വെപ്രാളത്തോട് കൂടിയിട്ട് അവനും ഓടി വന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ജനങ്ങളെ നേർമാർഗത്തിലാക്കാൻ മുഹമ്മദിനെ അള്ളാഹു നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾ ആ നൂറ് അവിടത്തേക്ക്, അവിടെ നിന്ന് ആ നൂറ് കിട്ടാൻ, അവിടെ നിന്ന് ആ പ്രകാശം കിട്ടാൻ, അതായത് അവിടുത്തെ നൂറ് ഇവിടത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്ത് ആ ഒരു മജ്‌ലിസിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് അവൻ കണ്ടത്. ജനങ്ങളെല്ലാം ഒരേ ഒരു വഴിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത്. നമുക്കറിയാം, ഒരു മജ്‌ലിസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പം നമ്മൾ ഒരാളായിട്ടാണ് പോവുക. അപ്പോൾ നമ്മുടെ ചിന്തയിൽ പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളിലേക്ക് പലതും കിട്ടിയിട്ടുണ്ടാവും. നമ്മളിലേക്ക് അതെന്താന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്താ കിട്ടിയത്, എന്നിലുള്ള എന്താ, അത് കുറച്ച് നേരത്തേക്ക് എന്നിലുള്ള മാറ്റം എന്താന്നുള്ളത് എനിക്കത് ഫീൽ ചെയ്യും. പക്ഷെ അവിടെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്നിലുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് മറ്റൊരു സ്വഭാവത്തിലാവും ഞാൻ തിരിച്ചു പോരുക. അതെന്താണ് കിട്ടിയത് എന്നുള്ളത്, കാരണം ആ മുൻഭാഗത്ത് ആ മജ്‌ലിസിലേക്ക് ഇരുന്നാൽ, ആ മജ്‌ലിസിൻ്റെ മുൻഭാഗത്തേക്ക്, പ്രത്യേകിച്ച് മുൻഭാഗത്തേക്ക് ഇരുന്നാൽ, ആ മജ്‌ലിസിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ നിന്ന് പറയുന്ന ആളുടെയൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് പലതും കിട്ടും. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് ഇബ്ലീസിന് വലിയ വെപ്രാളമാണ്. ഇബ്ലീസ് ആ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ ഇബ്ലീസ് ഈ ഒരു കാര്യത്തിൽ പേടിച്ച് ഇബ്ലീസ് പറഞ്ഞു, ഇബ്ലീസ് എന്ത് ചെയ്ത് ഇവൻ്റെ ശിഷ്യന്മാരെ ഇവരെ എന്ത് ചെയ്ത് തുടരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്, ആ ഭാഗത്തേക്ക് ഇവനെങ്ങനെ, ആ ഒരു വഴിയിലേക്ക് ഇവനെങ്ങനെ പറഞ്ഞേക്കും. പക്ഷേ അവർ നിരാശരായിട്ടേ അവിടുന്ന് മടങ്ങി വരുള്ളൂ. കാരണം കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്താണ് ഇരിക്കുന്നത്. അവിടെ മുൻപന്തിയിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നോക്കിയവന് എല്ലാം കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇബ്ലീസ് അവിടെ നിന്ന് പറയുന്നുണ്ട്, എല്ലാം പോട്ടെ, ഞാൻ ഇവരെ ഒരു വഴിയിലിട്ട് പിടിക്കും എന്നുള്ളത്. ഏതാണ് ആ വഴി? ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്പത്ത് കൊടുക്കും, ഞാൻ ആ സമ്പത്തിൽ വെച്ച് പിടിച്ചോളാം എന്നുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ ആളുകളുടെ കയ്യിലൊക്കെ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ അത് എവിടെ നിന്ന് കിട്ടി, എവിടുന്നെങ്കിലും എനിക്ക് കുറച്ച് പണം കിട്ടണം എന്ന ചിന്തയിലാണ് ചില ആളുകളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, പല ആളുകളും പല രീതിയിൽ നിൽക്കുന്ന ആളുകളാണ്, വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് അത് ഹലാലാണോ എന്നുള്ളത് ഞാൻ തന്നെ എന്നോട് ചോദിക്കുക. അല്ലെങ്കിൽ നാളെ എൻ്റെ പരമ്പര നാളെ അവിടെ നിന്ന് മഹ്ശറിൽ നിന്ന് ചോദ്യം ചെയ്യും. എനിക്ക് എൻ്റെ ഇവിടുന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് നാളെ വന്ന് ചോദ്യം ചെയ്യും. എനിക്ക് കിട്ടിയ സ്ഥലം പരമ്പര കാണിച്ചു കൊടുക്കുന്നു, എനിക്ക് കിട്ടിയ സ്ഥലം അവിടെ നിന്നാണെന്ന് പറഞ്ഞ് അത് എന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കൈമലർത്തേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക,
എനിക്ക് കിട്ടിയ സമ്പത്ത് എവിടെ നിന്നാണ് എന്നുള്ളത് കഴിയുന്നില്ല മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പണം ഹലാലാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. കാരണം നമുക്കറിയാം നമ്മൾ പല രീതിയിലൂടെയും പിന്നെ പണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ പരമ്പരയാണ് അതിൽ നശിച്ചു പോകുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ നടക്കാൻ. ഓരോ തലമുറയിലേക്കുള്ള ഓരോ പാഠങ്ങളാണ് ഈ കാണുന്ന ചരിത്രത്തിലുള്ളത്. ഇബ്ലീസ് അവിടെ വെച്ച് പിടികൂടുന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാക്കട്ടെ. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആമീൻ യാ റബ്ബൽ